6 ബോൾ 6 സിക്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ഒന്നേ കാണുകയുള്ളൂ. ഇന്ത്യയുടെ ഇടംകൈ കരുത്ത്, ഫീൽഡിംഗിലെ കരുത്തിറ്റ താരം, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മായാജാലം തീർക്കുന്നവൻ, ഇന്ത്യൻ മധ്യനിരയുടെ എക്കാലത്തെയും വിശ്വസ്തൻ, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ജനതകളുടെ വികാരം, ഒരേ ഒരു യുവരാജ്, യുവരാജ് സിംഗ്. ഇന്ത്യയുടെ 4-ാം നമ്പറിൽ 2011 ശേഷം ഒരു മികച്ച കളിക്കാരനെ കണ്ടെത്താൻ ഇന്ത്യക്ക് ഇതുവരെ ആയിട്ടില്ല. അമ്പട്ടി റായിഡു, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ വരെ വന്നു. എന്നാൽ പോലും യുവരാജ് എന്ന പ്രതിഭയ്ക്ക് പകരം വെക്കാൻ അതൊന്നും മതിയായിട്ടില്ല. സച്ചിന്റെയും സെവാഗിന്റെയും ഗംഭീറിന്റെയും വിക്കറ്റുകൾ പോയി കഴിയുമ്പോൾ TV ഓഫ് ചെയ്ത് പോയിരുന്നിടത്ത് നിന്ന് പ്രതീക്ഷകൾ കൈവിടാതെ വീണ്ടും TVക്ക് മുന്നിൽ പിടിച്ചിരുത്തിയ ആ ഇടം കയ്യൻ. അയാൾ ക്രീസിലേക്ക് വരുമ്പോൾ ആവേശമായിരുന്നു ആരാധകർക്ക്. അന്ന് ബോളിംഗിൽ പ്രഗത്ഭരായ ബ്രെഡ്ലി, ആൻഡേഴ്സൺ, ബ്രോഡ്, അക്തർ, വാസ് എന്നിവരുടെ തീ തുപ്പുന്ന പന്തുകളെ ബാറ്റ്സ്മാൻമാർ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ബോളിംഗിന്റെ കുന്തമുന അടിക്കാൻ ഇന്ത്യയുടെ നിരയിൽ 4-മനായി ആ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ വന്നു. ബ്രെഡ്ലിയെയും ആൻഡേഴ്സനെയും ബ്രോഡിനെയും അക്തറിന്റെയും ഒക്കെ ബോളുകളെ ഗ്യാലറിയിൽ എത്തിച്ച് അവരുടെ പേടി സ്വപ്നമായി മാറി ആ ചെറുപ്പക്കാരൻ. അതേ നിലയിൽ ഇന്ത്യയുടെ മധ്യനിരയിലെ വിശ്വസ്തനുമായി മാറി. യുവാക്കൾക്കിടയിൽ യുവരാജ് ഒരു യുവരാജാവായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. സെപ്റ്റംബർ 19, 2007. ഈ ദിവസം ഒരു ക്രിക്കറ്റ് പ്രേമികളും മറക്കില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം. ക്രീസിൽ ധോണിയും യുവരാജും, ബോൾ എറിയാൻ വരുന്നതാകട്ടെ ബ്രോഡും. അതിന് തൊട്ടു മുമ്പ് യുവരാജും ഫ്ലിൻഡോഫും തമ്മിൽ ചെറിയ തർക്കം നടക്കുന്നു. എന്നാൽ ഫ്ലിൻഡോഫിനുള്ള മറുപടി യുവരാജിന്റെ വാക്കുകൾ കൊണ്ടായിരുന്നില്ല. 18-ാം ഓവറിന്റെ ആദ്യ പന്ത് അതിർത്തി കടത്തി ആദ്യ പ്രഹരം യുവരാജ് നൽകി. എന്നാൽ 2-ാം പന്തും 3-ാം പന്തും സിക്സ് പറന്നതോടെ ഇംഗ്ലണ്ട് ടീം മൊത്തത്തിൽ പരുങ്ങലിലായി. ഫ്ലിൻഡോഫിന്റെയും ബ്രോഡിന്റെയും മുഖത്തെ ശോഭ നഷ്ടപ്പെട്ടു. 4-ാം പന്തും ഗ്യാലറിയിലെത്തിയോടെ ഇംഗ്ലണ്ട് ടീമിന്റെ മുഴുവൻ വീര്യവും നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. ഉടൻ നായകനും ടീമും ചേർന്ന് ബോളിംഗിന്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ ബ്രോഡിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെറും പറച്ചിൽ മാത്രമായി പോയി അത്. 5-ാം പന്തും നിസ്സാരമായ രീതിയിൽ യുവരാജ് അതിർത്തി കടത്തി. നെഞ്ചിടിപ്പോടുകൂടിയാവണം ബ്രോഡ് തന്റെ അവസാന പന്തെറിഞ്ഞത്. എന്നാൽ ആ നെഞ്ചെടുപ്പ് യുവരാജിനില്ലായിരുന്നു. അവസാന പന്ത് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് നോക്കി നിൽക്കാനേ യോഗമുണ്ടായിരുന്നുള്ളൂ. ഒരു ക്രിക്കറ്റ് ജനത മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ബാറ്റിംഗ് ആയിരുന്നു യുവരാജിന്റേത്. അന്ന് ആ കളി നേരിൽ കണ്ടവരും TV ലൈവായി കണ്ടവരും ഒരുപാട് ഭാഗ്യം ചെയ്തു എന്ന് വേണം പറയാൻ. അങ്ങനെ 12 ബോളിൽ തന്റെ അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു യുവരാജ്. ഇപ്പോഴും ബ്രോഡിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതാണ്. ബാറ്റിംഗിൽ മാത്രമല്ല ബോളിംഗിലെ മാന്ത്രിക സ്പെല്ലുകൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷിയായിട്ടുണ്ട്. ഫീൽഡിംഗിൽ പിന്നെ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് മനോഹാരിതയാണ് അതിന്. ഡൈവുകളും റൺഔട്ടുകളും ക്യാച്ചുകളും ബൗണ്ടറി ലൈൻ സേവിങ്സുമായി അദ്ദേഹം മൈതാനം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും മോശം ഫോമിന്റെ പേരിൽ അയാൾ പഴി കേട്ടിട്ടുമുണ്ട്. കളിക്കളത്തിൽ രക്തം തുപ്പിയിട്ടും അയാളിലെ പോരാളിയെ തടഞ്ഞു നിർത്താൻ ആർക്കുമായില്ല. ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അയാൾ പറന്നുയർന്നു. 2011 ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോൾ ആ ടൂർണമെന്റ് താരമായി അയാൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ട അവശതയിലായിട്ടും അയാൾ തളർന്നില്ല. 2011 പിടികൂടിയ ക്യാൻസറിനെ തോൽപ്പിച്ച് വിജയിച്ചവന്റെ ചിരിയുമായി അയാൾ വീണ്ടും മൈതാനത്തെത്തി. ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ വിധി പോലും വിറച്ചുപോയി അയാൾക്ക് മുന്നിൽ. തുടർന്ന് IPL-ലും മറ്റുമായി മിന്നുന്ന ഫോം കാഴ്ചവെച്ചു അദ്ദേഹം. അങ്ങനെ 2019 മധ്യത്തിൽ വെച്ചു അയാൾ തന്റെ ക്രിക്കറ്റ് ജീവിതത്തിനോട് വിട പറഞ്ഞു. ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ല, ഒരു ലോക ക്രിക്കറ്റിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യൻ കൂടി പടിയിറങ്ങുന്നു. മറക്കില്ല യുവി നിങ്ങളെ ഒരിക്കലും, ഒരു ക്രിക്കറ്റ് ജനതയെ മുഴുവൻ തങ്ങളുടെ ഇടംകൈ മാന്ത്രികത കൊണ്ട് വിസ്മയിപ്പിച്ചതിന്. ലോക ക്രിക്കറ്റിലെ അധികായന്മാർക്കൊപ്പം എന്നും തങ്ങളുടെ പേര് ഓർക്കപ്പെടും. ആ 4-ാം നമ്പറിൽ മറ്റൊരാളെ പ്രതീക്ഷിക്കാൻ ആർക്കും ആവുകയുമില്ല. ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിങ്ങൾ എന്നും രാജാവായി തന്നെ നിലനിൽക്കും.